അഭിഷിക്തനെ വലതുകരം ഉയർത്തി അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മുൻപും പിൻവണങ്ങുവാൻ തേജസ്സിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ക്രിസ്തുവിന്റെ മഹിമ കണ്ടുകൊണ്ട് പ്രസംഗിക്കുവാൻ, ക്രിസ്തുവിനെ തെളിയിക്കുവാൻ. ഹല്ലേലൂയ. ഭക്തന്മാർ ഓടിയതിന്റെ ബാക്കി ഭാഗത്തെ പൂരിപ്പിച്ച് അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ, ശാരീരിക ബലഹീനതകൾ ക്ഷീണങ്ങളെല്ലാം മറന്നുകൊണ്ട് അതിനെല്ലാം ജയിച്ചുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, തന്റെ മുന്നിൽ ഒരു ദർശനമുണ്ട്, അവിടേക്ക് ഓടുവാൻ. ആമേൻ. അനേക ഇരുട്ടിലായിരിക്കുന്ന ജനത്തിന് വെളിച്ചത്തെ കൊടുക്കുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹം ദേശത്ത് വിളമ്പുവാൻ, ഇരുളടയപ്പെട്ട ദേശങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുവാൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞാട്ടെ, കർത്താവേ എന്നോട് ഇന്ന് പൽക്കാലം തിരുവഴുത്തിലൂടെ സംസാരിക്കണം. ഞാൻ വെറുതെ വന്ന് വെറുതെ പോകുന്ന അവസ്ഥയിലല്ല. എന്റെ കുടുംബത്തിന് വേണ്ടി ഇന്ന് ഒരു അത്ഭുതം ചെയ്യണം. മനുഷ്യൻ നമ്മുടെ പുറമെയുള്ള വിഷയങ്ങളെ നോക്കുമ്പോൾ സ്വർഗം നമ്മുടെ ഹൃദയത്തിന്റെ ഉൾപ്പോകല ആരായുന്ന ദൈവമാണ്. ഇന്ന് പൽക്കലേശ്വരനോട് സംസാരിക്കണമേ. തിരുവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ വ്യക്തമായ ദൂതനെ ഇന്ന് പൽക്കാലം സഭയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി സ്വർഗം തരികയെന്ന്. ഈ ഭൂമിയിൽ എന്തുണ്ടെങ്കിലും വചനം ഭക്ഷിച്ചാൽ മാത്രമേ ഒരു മനുഷ്യനെ ടോട്ടലി ചേഞ്ച് ആകത്തുള്ളൂ. ആ മനുഷ്യന്റെ ഫുൾ ബോഡിയെ ചേഞ്ച് ആക്കണമെങ്കിൽ വചനം അകത്ത് കയറണം. അതിനായി വചനം നമ്മെ മുഴുവനായിട്ട് ഒന്ന് ശുദ്ധീകരിക്കുവാൻ, ഒരു പുതിയ മനുഷ്യനാക്കുവാൻ, ഒരാത്മ മനുഷ്യനാക്കി തീർക്കുവാൻ ഇന്ന് പൽക്കാലം നമ്മുടെ നടുവിൽ കർത്താവ് ദൂതന്മാരെ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുവാൻ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ തരുന്നു കർത്താവേ. ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരും, അവരെ ശുശ്രൂഷിക്കും. അഭിഷിക്തനെ ശബ്ദത്തെ ഏൽപ്പിക്കാം. ഒരു പുതിയ പ്രവചന ദൂത് ഞങ്ങൾ കേട്ട് ഞങ്ങളുടെ ആത്മീക ജീവിതങ്ങളൊന്ന് പുഷ്ടിപ്പെടുത്തി നിത്യതയോടടുക്കുവാൻ ഞങ്ങളെ നേർപ്പിച്ച് ഞങ്ങളെ പൽക്കാലം പ്രാർത്ഥിക്കാം. അതിനായി തുടർന്നുള്ള സമയം അഭിഷിക്തനെ ഉപയോഗിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും Praise the Lord. Hallelujah. എത്ര സന്തോഷമുണ്ട്. നാളുകളിൽ കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേലെയും പരിവർത്തിക്കുന്നത് കാണുമ്പോൾ സൃഷ്ടിപ്പിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ പുതിയത് ചെയ്ത് നിങ്ങളിൽ സൃഷ്ടിക്കുവാൻ, നിങ്ങളുടെ അകത്തുളവാക്കുവാൻ സ്വന്തം ദൈവം ഇടയാക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയിരിക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ നിരൂപണങ്ങൾക്ക് പലതും അസാധ്യമെന്ന് ചിന്തിക്കാം. പക്ഷെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രവാചകനായ ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. അവിടെ വെച്ച് അവർ അതുമുതൽ പ്രവചനങ്ങൾ ആരംഭിക്കുകയാണ്. ഉൽപ്പത്തിയിൽ ഒന്നാമത്തെ പ്രവാചകനായ അബ്രഹാമിനെ നിയമിക്കുന്നതാകുവാൻ കഴിയും. അബ്രഹാമിനെ ഒന്നാമത്തെ പ്രവാചകനായി ദൈവം നിയമിച്ച് തന്റെ മേൽ ആത്മാവിനെ പകർന്നു. ഒരിക്കലും പറഞ്ഞു, നീ അവന്റെ ഭാര്യയെ കൊടുക്കണം എന്ന് പറയുവാൻ എഴുതും. അവൻ അല്ലെങ്കിൽ നീ മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് കാണുവാനായിട്ട്. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സംരക്ഷണം, ആത്മാവിന്റെ നിയോഗം എന്നൊക്കെ പറയാൻ സ്വന്തം വെളിപ്പെട്ടിറങ്ങുന്നത് നമുക്ക് ധാരാളം സന്ദർഭങ്ങളിൽ ദൈവവചനത്തിൽ. എന്നാൽ വ്യത്യസ്തമായ ഒരു കാര്യത്തിലേക്ക് നാം കടന്നു പോകാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്ന് മോശ ഇസ്രായേൽ മക്കളെ നടത്തുവാൻ തുടങ്ങി. ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കൂട്ടം ജനമുണ്ട്. അവർക്ക് ന്യായപാലനം ചെയ്യുവാൻ മോശ ബന്ധപ്പാട് കണ്ടപ്പോൾ ഇത്ര പറഞ്ഞോളൂ, ഈ പദ്ധതിയും പരിപാടിയൊക്കെ നിർത്തിയിട്ട് നീ അവരെല്ലാം ന്യായപാലനം ചെയ്യുവാൻ നീ ഏകനായി വാദിക്കാതെ കുറച്ച് ആളുകൾ കൂടെ വേണം. കാരണം നമ്മുടെ ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്ത ദൈവമാണ്. 600,000 പേരെ നയിക്കേണ്ട, ജനലക്ഷങ്ങൾ നയിക്കേണ്ട അഭിഷേകം മോശമേയുണ്ട്. പക്ഷെ മോശ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്.
ഇത് കണ്ടപ്പോൾ പറഞ്ഞു അങ്ങനെ ശരിയാകത്തില്ല, കുറച്ച് ആളുകളെയൊക്കെ ശരിയാക്കണം. അങ്ങനെ സംഖ്യാപുസ്തകം 11 അധ്യായം അതിന്റെ 25 വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് മോശയുടെ ആഗ്രഹത്തെ, മോശ പറഞ്ഞ സ്തോത്രം കാര്യം ദൈവം കേട്ടിട്ട് ദൈവം ചെയ്യുകയാണ്. ഭൂമിയിൽ ഞാൻ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ അഭിഷേകം ഇരിക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യം ദൈവം അതുപോലെ ചെയ്യും. അതിനാണ് അഭിഷേകൻ പ്രവാചകൻ എന്നൊക്കെ വിളിച്ചത്. അതിനാണ് ദൈവത്തിന് യേശുവിനെ മരിച്ചവരെ ഉയർപ്പിച്ച ആത്മാവുകളുണ്ടെങ്കിലോ നിങ്ങളുടെയും അവനോട് ഉയർപ്പിക്കുന്ന പറയുമ്പോൾ, അപ്പൊ ഇത് ഒടുവിലത്തെ സംഭവമാണ്. എന്നാൽ ആത്മാവ് നമ്മുടെ മേൽ ഇരുന്നിട്ട് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്ന ഒരു വലിയ കാലഘട്ടത്തിലേക്ക് വരികയാണ്. കൊലോസ്യരെ കൊണ്ട് പവിത്ര പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിരിക്കുന്നു. ഈ പ്രവാചകനായ പ്രവചനാത്മാവ് നൽകിയ പിതാവായ ദൈവം സ്തോത്രം താൻ സ്നേഹിച്ച തന്റെ പുത്രനെ ക്രൂശിൽ തകർത്തിട്ട് ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ഇടയിൽ യേശു പാർക്കുകയും യേശു അത്ഭുതങ്ങളെ ചെയ്യുകയും ചെയ്ത് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷമായി ശിഷ്യന്മാരിലേക്ക് അത് നിയോഗത്തെ പകരുന്ന കാണാൻ കഴിയും. എന്നാൽ ഇവിടത്തെ പകർച്ച പ്രത്യേകതയാണ്. ഇവിടെ സംഖ്യാപുസ്തകം 11 അധ്യായം 25 വാക്യം നിങ്ങൾ നോക്കുമ്പോൾ അവിടെ വ്യത്യസ്തമായ ഒരു കാര്യം സംഭവിക്കുകയാണ്. എടുത്തോടെ വായിച്ചോ. യഹോവ മേഘത്തിൽ ഇറങ്ങി മോശയുടെ ആത്മാവിനെ കുറെ എടുത്ത് മൂപ്പന്മാരായ ആ 70 പേർ കൊടുത്തു. മൂപ്പന്മാരായ 70 കൊടുത്തു. അപ്പോ ജനത്തെ നടത്തുമ്പോഴും അതിനിടയിൽ പ്രാഗൽഭ്യമുള്ള ചിലരിങ്ങനെ എഴുന്നേറ്റ് കൊണ്ടിരിക്കുകയാണ്. സഭ ഇവിടെ നടക്കുമ്പോഴും ഇതിനകത്ത് ദൈവത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്ന അറിയത്തില്ല. അല്പം ശ്രദ്ധിച്ചാൽ എന്നുള്ള വിഷയം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയും. 600,000 പേരെ മോശം നടത്തുന്നുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ ദൈവം ചില മൂപ്പന്മാരായ എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് സമം നിൽപ്പാൻ, പ്രാഗൽഭ്യത്തോടെ ശുശ്രൂഷ മുമ്പിൽ നിൽപ്പാൻ, ശുശ്രൂഷ തലകളിൽ ഇറങ്ങി ചെല്ലുവാൻ, ദൈവ സഭയ്ക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കുവാൻ, സഭയ്ക്കകത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ പക്വതയും പ്രാഗൽഭ്യമുള്ളവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അങ്ങനെ ഒരുക്കി ദൈവം മോശ പോലും അറിയാതെ ക്രമീകരിച്ചു. മോശയ്ക്ക് വരെ ബോധ്യമായി. മോശയുടെ പേരുകളൊക്കെ പറഞ്ഞു. 70 പേരെ സെലക്ട് ചെയ്ത് കൊടുത്തു. ദൈവം ഇറങ്ങി വന്നിട്ട് മോശയുടെ മേൽ ആത്മാവിനെ എടുത്ത് അവിടെ. എന്തിനാ മോശയുടെ മേൽ ആത്മാവിനെ എടുത്തു കൊടുത്തത്? രഹസ്യമുണ്ട്. മോശ മുമ്പിൽ നിൽക്കുമ്പോ മോശ പറയുന്നത് കേട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മോശയിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിനെ മോശയുടെ മേൽ വെച്ചിരിക്കുകയാണ്. മോശയ്ക്ക് മനസ്സിലാകട്ടെ, ഇത് ഈ 600,000 നയിക്കേണ്ട അഭിഷേകം നിനക്ക് തന്നാണ് നിന്നെ ഞാൻ വനാന്തരത്തിൽ നിന്ന് നാടുകളിലേക്ക് ജോലി നിനക്ക് കൊണ്ടുപോകുന്നത് ഉറപ്പിക്കണമെങ്കിൽ സ്തോത്രം 1. 2, ഹല്ലേലൂയ, ഈ വലിയ കൂട്ടത്തെ ഞാൻ എങ്ങനെ നയിക്കുമെന്ന് ചിന്തിച്ചൊരു ഭാരം മോശമുണ്ടായിരുന്നു. ഞാൻ ആ ഭാരത്തെ എടുത്തോളൂ ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇങ്ങനെ മോശ ചോദിച്ച ഒത്തിരി ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കണമെങ്കിൽ മോശയുടെ ആത്മാവിനെ എടുത്ത് കൊടുക്കണം. കാരണം മോശയ്ക്ക് അറിയത്തില്ല. ഈ ചില ആളുകൾ പറയുന്നത് നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയെ എന്ന് പറയുവാൻ പൗലോസ് ഒറ്റവാക്യത്തെ പറഞ്ഞു, എടാ വിശ്വസിക്കും നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി അളവറ്റ വലിപ്പം ഇന്നത് നിങ്ങൾ ഗ്രഹിക്കണം. ഈ ഒരു കാര്യം മോശയ്ക്ക് മനസ്സിലായില്ല. മോശ ദൈവം എന്നെ വിളിച്ചു, ഞാനിങ്ങോട്ട് ഇറങ്ങി വന്നു, ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. ചില ആളുകളൊന്നും പറയത്തില്ല, ദൈവം വിളിച്ചു പറയാ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയോ ഭാരപ്പെടുകയോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ വല്ലാതെ സ്തോത്രം നിരാശപ്പെട്ടവരാണ്. അങ്ങനെയല്ല ജീവിതം. നിങ്ങളെ വിളിച്ചത് ഉറപ്പാണെങ്കിൽ നിങ്ങളെ ചെയ്യുവാനുള്ള ശുശ്രൂഷ യോഗത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും ദൈവം ചെയ്തിട്ടുണ്ട്. ഇത് മോശയെ കൂടെ ഒന്ന് ഗ്രഹിപ്പിക്കണം. അതുകൊണ്ട് മോശയെ ആത്മാവിനെ എടുത്ത് 70 പേർക്ക് കൊടുത്തു. അവര് പ്രവചിച്ചു. എല്ലാതും പാളയത്തിൽ കിടന്ന് പ്രവചിച്ചു. അപ്പൊ അവരെ വിലക്കേണമേ. എല്ലാവരും പ്രവാചകന്മാരായിരുന്നു. മോശയുടെ ഹൃദയവിശ്വാസം മനസ്സിലായ ദൈവമേ കുറച്ചുപേരെ ഒരുക്കണമേ, കുറച്ചുപേരെ ഒരുക്കണമേ.
എന്നൊരു സ്തോത്രം, എന്നെ വിളിച്ചു നീ കൊണ്ടുവന്നു ശരിയാണ്, പക്ഷെ എന്നെ പോലെ ചിലരെ കൂടി പ്രാഗൽഭ്യരെ ഒരുക്കണമേ എന്നൊരു ആത്മഭാരം ഉണ്ടായി. ഇത് തന്നെയാണ് ഇന്നും സഭയ്ക്ക് ഉണ്ടാകേണ്ടത്. കർത്താവേ, ഞങ്ങൾക്ക് നിന്നെ അറിയുവാൻ ഒരു വാക്യം ലഭിച്ചു. ദൈവമേ, ഒരു കൂട്ടം പേർ കൂടി ഞങ്ങളോടൊപ്പം നിന്നെ ആരാധിപ്പാൻ, നിന്നെ സേവിപ്പാൻ, ദേശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഒരുക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു. ആ ഒരു വലിയ ആത്മഭാരം നമ്മുടെ മേൽ ഉണ്ടാകട്ടെ. യെശയ്യാവ് ദൈവശബ്ദം കേട്ടപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, തന്നോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി ആർ പോകും? അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. അതെ, ഇന്ന് നമുക്ക് ഒരുപക്ഷെ മിഷൻ വീടുകളിലോ ദേശത്തിലോ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മുടെ പണവും പ്രാർത്ഥനയും അതിനു വേണ്ടി ചെലവഴിപ്പാൻ കഴിയും. നമുക്ക് ദൈവത്തിന്റെ പണം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മൾ ചിന്തിക്കും, ഞാൻ അധ്വാനിച്ചതാ, ഞാൻ കരുതിയതാ, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാ എന്നായിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. സ്തോത്രം, വിത്ത് തിന്നരുത് എന്ന് സ്തോത്രം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. എന്തിനാ ഈ വിത്ത് എന്ന് പറയുന്നത്? സ്തോത്രം, മനുഷ്യ നീ വിതയ്ക്കുന്നതിനെ കൊയ്യും. അപ്പോ പലത് വിതച്ചെങ്കിൽ മാത്രമേ നമുക്ക് വലിയ പ്രതീക്ഷിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ വിതയും കൂടി വേണം. എന്തിനാണ്? വിതച്ചെങ്കിൽ കൊയ്യാൻ പറ്റത്തുള്ളൂ. കൊയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അകത്താ ഹൃദയവിശാലത നമുക്ക് വേണം. ഞാൻ വിതയ്ക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. ദൈവമാണ് എനിക്ക് ഇരട്ടിയായി തരേണ്ടത്, സമൃദ്ധി നൽകേണ്ടത്. ഞാൻ ദൈവിക കാര്യങ്ങളിൽ ചെയ്യുമ്പോൾ, ക്രമീകരിക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുമെന്ന വലിയ ദൗത്യമാണ്. ഞാൻ ആ ഭാഗം വേഗത്തിൽ മറ്റൊരു ഭാഗത്തിലേക്ക് കടന്നു പോകാൻ ചിലരുടെ മുഖം പാടുപോലെ തോന്നുകയാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18 പോകാം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് പോകാം. നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വചനങ്ങളെ അവന്റെ നാവിന്മേൽ. എന്താണ് ഇത്? ചുമ്മാ ഒരു പ്രവാചകന് വിളി വരുമ്പോ അവരെ ഇഷ്ടമുള്ളതൊന്നും പറയാൻ പറ്റുന്നില്ല. ഇതിനകത്ത് കൂടുതൽ പറയുന്നുണ്ടോ, പുരോഹിതൻ ദൈവങ്ങൾ സൈന്യങ്ങളുടെ ദൂതനാണ്. അവൻ ഉപദേശം ദൈവത്തിന് ചോദിച്ചു പഠിക്കണം. നോക്കണം, നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ സഹോദരന്മാരുടെ നിന്ന് ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. പക്ഷെ പ്രവാചകൻ ആര് നടക്കണം? ദൈവത്തോട് നടക്കണം. ഇനി പ്രവാചക ഗുണം എന്താണ്? ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്ന് സമയം കിട്ടിയാൽ രാത്രിയും പകലും വളരുന്ന ആളുകളാണ്. സ്വന്തം പേരെന്നറിയാമോ? എന്നെ വിളിച്ചത് പ്രവാചകനാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? രാവും ദൈവത്തിന് നമ്മളെ ചടങ്ങിലെടുത്ത് വയ്യാൻ പറ്റുന്നില്ല. ദൈവം നമ്മളെ വിളിച്ചു ഉറപ്പാണെങ്കിൽ ദൈവത്തിന് ഇന്നത്തെ ദിവസം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുവാൻ, അടുത്ത് ചെല്ലുവാൻ, പ്രാർത്ഥനയിൽ താഴെയിരിക്കുവാൻ നമുക്ക് കഴിയണം. നമുക്കത് കഴിയണം. കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന് ഉയർപ്പാൻ കഴിയത്തുള്ളൂ. പുതിയ മധ്യത്തിൽ യേശുവിനോട് ഇരിപ്പാനും പ്രസംഗിപ്പാൻ അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരം ഉണ്ടാകേണ്ടതെന്ന് മർക്കോസ് 3:13 കാണുവാൻ കഴിയുന്നത്. ചുമ്മാതെ യേശു വിളിച്ചതല്ലേ, വിളിച്ചവർ യേശുവോടൊപ്പം ഇരിക്കണം. എങ്ങനെ ഇരിക്കണം? പ്രാർത്ഥനയിലിരിക്കണം. നമുക്ക് എല്ലാവരും പറയും വിളിയുണ്ട്, എനിക്ക് സാക്ഷ്യം പറയാം. നിങ്ങൾ എല്ലാവരും വിളിച്ചു ഉറപ്പാണെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ ഒരു നിലയിൽ ശുശ്രൂഷയുണ്ട്. എല്ലാവർക്കും ഒരേ നിലയിലല്ലല്ലോ. അപ്പോസ്തല ദൗത്യം വേറെ, പ്രവാചക ദൗത്യം വേറെ, ഇടയന്റെ ദൗത്യം വേറെ, സുവിശേഷക ദൗത്യം വേറെ, ഉപദേഷ്ടാവിന്റെ വ്യത്യാസമുണ്ട്. അതാണ് കഴിഞ്ഞ വിഷയം പറഞ്ഞത്. ദാവീദിന്റെ കയ്യിൽ 5 ഉണ്ടായിരുന്നു. അതാണ് 5 കല്ലെടുത്തത്. 5 വിളിയാണ്, 5 ശുശ്രൂഷകരാണ്. ഞാൻ കഴിഞ്ഞ വിഷയം പറഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, നാം ഓർക്കണം. അപ്പൊ ഈ വലിയ ശുശ്രൂഷയ്ക്ക് നമ്മൾ വിളിക്കപ്പെട്ടുവെങ്കിൽ എന്ത് ചെയ്യണം? നാം ദൈവത്തോട് കൂടെ പ്രാർത്ഥിക്കണം. ആ വാക്യം വായിച്ചു. നിങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെ ഒരു പ്രവാചകനെ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കി. കേട്ടോ, അവരാ നോക്ക്, ഞാൻ എഴുന്നേൽപ്പിക്കും. ഇതുകൊണ്ടാണ് നീ അമ്മയുടെ ഉദരത്തിൽ ഒരുപാട് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. ആരെക്കുറിച്ച് പറയുന്നത്? പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് നിർത്തി വായിച്ചാൽ ഈ മനുഷ്യനെ വിളിച്ചതിന്റെയും തെരഞ്ഞെടുത്തതിന്റെയും ഉദ്ദേശമൊക്കെ അവിടെ വളരെ വ്യക്തമായി പറയുകയാണ്. ഈ മനുഷ്യനെ വിളിച്ചു തെരഞ്ഞെടുത്താക്കി വെച്ചതുപോലെ ബാലനായിരുന്നു. അപ്പൊ ബാലനാവ് ഒരുപാട് കാര്യങ്ങൾ വന്നത് ഉറപ്പിക്കണ്ടേ? അതുകൊണ്ട് ദൈവം വളരെ ലളിതമായി പറയുന്ന
ഒരു കാഴ്ചയെ കാണാം. ഇന്നും ചിലർക്ക് എന്ത് പറഞ്ഞാലും ശരി, അവർക്കൊക്കെ വളരെ ഡൗട്ടാണ്. അയ്യോ, അതെങ്ങനെയൊക്കെ ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അതിനുശേഷം ഞാൻ മറ്റു പ്രവാചകനെ കൂടെ തെളിയിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് വായിച്ചോ. യിരെമ്യാ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിർത്തി. ബെന്യാമിൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിന്റെ മകനായ യിരെമ്യാവിന്റെ വചനങ്ങൾ അവന് യെഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത് അവന്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. യഹൂദ രാജാവായ യോശിയാവിന്റെ മകനായ യഹോയാക്കീമിന്റെ കാലത്ത് നിങ്ങൾ എപ്പോഴൊക്കെയോ ആരാധന നിങ്ങളോട് ഒരു അരുളപ്പാട് പറഞ്ഞു, നിന്നെ ഞാൻ പ്രവാചകനായി കണ്ടിരിക്കുകയാണ് പറയാം. നിന്റെ ഒരു ദൈവങ്ങളെ കൊണ്ട് അതിന് പ്രവാചക വിളിയാണ്. നിന്റെ ശുശ്രൂഷ പ്രവാചക ശുശ്രൂഷയാണ് എന്ന് മനസ്സിലാക്കിയവരെല്ലാം കരമുയർത്തി കല്ല് പറഞ്ഞാട്ടെ. ദൈവം സാക്ഷ്യം പറയാൻ വേണ്ടിയല്ല കരമെന്ന് പറഞ്ഞത്. എനിക്ക് എന്റെ മേലും ഈ വിളി വന്നതാ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ശരിക്കും ബോധ്യമുള്ള ചിലർക്ക് കരമുയർത്തുന്നു. കരം കൊണ്ടുവരാത്തവർ ഉയർത്തണ്ട, കരം കൊണ്ടുവന്നെല്ലാം ഉയർത്തി ദൈവത്തിന് ബോധ്യം എഴുതാട്ടെ. കർത്താവേ, ഉൾപ്പെടുത്തിയതായി സ്തോത്രം. ഇപ്പൊ ശ്രദ്ധിക്കണം, എന്നോ ഒരു ദിവസം നിങ്ങൾക്ക് യിരെമ്യാവിനോട് ബോധ്യപ്പെടുത്തുന്നതുപോലെ ബോധ്യപ്പെടുത്തു. നോക്ക്, ഞാൻ നിന്നെ ഒരു പ്രവാചകനായി അല്ലെങ്കിൽ പ്രവാചികയായി കണ്ടിരിക്കുകയാണ്. വായിച്ചോ. യഹൂദ രാജാവായി യോശിയാവിന്റെ മകനായ സിദെക്കിയാവിന്റെ 11-ാം ആണ്ടിലെ അവസാനം വരെയും 5-ാം മാസത്തിൽ യെരൂശലേമിലെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത് വരെയും തന്നെ അങ്ങനെ ഉണ്ടായി. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ. എന്താണ് അവനോട് പറഞ്ഞത്? ഈ അരുളപ്പാട് എന്തായിരുന്നു എന്ന് വിവരിക്കുകയാണ് യിരെമ്യാ. ഹല്ലേലൂയ. നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ എന്തിരിക്കുകയാണ് കണ്ടു. ഞാൻ ഉരുവാകും മുമ്പേ എന്നെ കണ്ടോ. ദൈവത്തിന് ഓരോ പദ്ധതി ഉണ്ട്. അതാ ഞാൻ പറയുന്നത്. നിങ്ങളുടെ തലമുറ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് ഒരു നല്ല തൊഴിലേക്ക് എത്തുന്നെങ്കിൽ അത് തമ്പുരാൻ നിങ്ങളെ കൊണ്ട് കണ്ടതാണ്. ഒരുവരെ കളക്ടറാക്കി മാറ്റുന്നെങ്കിൽ അത് കണ്ടതാണ്. ഞാൻ ഒരിക്കൽ പേരൊന്നും പറയുന്നില്ല, ഒരു സൗണ്ട് കണ്ടു. നീ ദൈവത്തിൽ വിശ്വസ്തനായി നിന്നാണ് നിന്നെ വിശപ്പാക്കി മാറ്റും എന്ന് പറഞ്ഞ സൗണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഏറെക്കുറെ ആ മനുഷ്യൻ വിശപ്പിന്റെ പവനിലാണ് ശുശ്രൂഷിക്കുന്നത്. ഔദ്യമായി അടുത്ത നിമിഷങ്ങളിൽ വിശപ്പായി തന്നെ പ്രഖ്യാപിക്കും. ഇന്നേക്ക് ഏകദേശം ഓർമ്മ ശരിയാണെങ്കിൽ 25-26 വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ദൂതാണ്. ഇതൊരു വിശപ്പായിട്ടില്ല, വിശപ്പിന്റെ തലത്തിൽ നിന്ന് അഡീഷണൽ ആയി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അല്പം കഴിയുമ്പോൾ താൻ വിശപ്പായി ഔദ്യമായി പ്രഖ്യാപിക്കും. വർഷങ്ങൾ കടന്നു കഴിഞ്ഞ് ഇതുപോലെ ഇവിടെ പറയുന്നത്, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനെ കണ്ടു. നിർമ്മിക്കപ്പെടാതെ ഒന്നുമില്ലായിരിക്കും, എല്ലാം എഴുതി വെച്ചു എന്ന് പറഞ്ഞ ദൈവം നീ മകനൊന്നും പറയുന്നത് കേട്ടോ. നീ കണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി കണ്ടിരിക്കുകയാണ്. ഒരു കളക്ടറായി കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ദൈവത്തിന് വേണ്ടി കണ്ടിരിക്കുന്നു പറഞ്ഞാൽ എന്തെല്ലാം കഷ്ടപ്പാടുകൾ കടന്നു പോകണം. വളരെ ഒരു ശോധനയാണ്, വേദനയാണ്. കേട്ടോ, ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ വളരെ ജാഗ്രതപാലണം. നിന്റെ കളിയും പരിപാടിയൊക്കെ വിട്ടേച്ച് നീ ദൈവത്തിനൊക്കെ ശ്രദ്ധിക്കണം. പ്രാർത്ഥനയിൽ കുറച്ചുകൂടി ദൈവസ്ഥലേക്ക് അടുത്ത് വരണം എന്ന് പറഞ്ഞാലോ, ഇതൊക്കെ പാസുമാരുടെ ഒരു ജോലി തന്നെ. അല്ലെങ്കിൽ ഇതൊക്കെ വിലക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും. നമ്മൾ അനുഭവിക്കുന്ന വേദന മക്കളിൽ അറിയാം എന്ന് പറയുന്ന ധാരാളം ശബ്ദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ദൈവം വിളിച്ചവരെ ദൈവം തന്നെ മാസ് പ്ലാനിനെ മാറ്റുന്നില്ല. ദൈവം വിളിച്ചത് ഹല്ലേലൂയ, അതിന്റെ തെളിവുകൾ അല്പം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉറപ്പാ, നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ തലയിൽ വെച്ചുണ്ടാകുന്ന പരിപാടി ദൈവം ചെയ്യും. അതെന്താ സാറേ? അത് നോക്കി ബൈബിളിൽ തന്നെ പഠിക്കാം. അടുത്ത്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. വിശുദ്ധീകരിച്ചു. ജാതികൾക്ക്
പ്രവാചകനായി നിയമിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. അവർക്കാണ് ഇതിന്റെ ആവശ്യം. ഹല്ലേലൂയ. എന്താ കാര്യം അറിയാമോ? അവർ നാളെ ആരാണ് നിങ്ങളെ കുറിച്ച് എന്താ കണ്ടിരിക്കുന്നത്? ഈ ശബ്ദം കേൾക്കുമ്പോൾ അവർ ഈ ലോകത്തിന്റെ ഇച്ഛകളെ, മോഹങ്ങളെ, ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ വിട്ടയച്ച് ലോകസ്നേഹം, ദൈവത്തോട് ശത്രുത്വം തിരിച്ചറിഞ്ഞ് മടങ്ങി വരണമെങ്കിൽ അവർക്ക് ഹല്ലേലൂയ പ്രവചനത്തിന് ആവശ്യം. ചോദിക്കാറില്ലേ, ആരെങ്കിലും ഒരാൾ പുതുതായി വന്നു കയറിയ ഉടനെ അവരെ കുറിച്ചുള്ള ആലോചന ദൂതൊക്കെ അറിയിക്കും. ഇത് തന്നെയാണ് പ്രവചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത, എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. ഞാൻ കൊച്ചുകുട്ടിയാണ്. ഇന്നാണല്ലോ ഇപ്പോഴും ചിലർക്കൊന്നും സംസാരിക്കാൻ അറിയത്തില്ല. 10-15 വർഷം കൊണ്ട് ആരാധിച്ചിട്ടും ഇപ്പോഴും അവരെ കൊച്ചുകുട്ടിയാണ്. അറിയില്ല. സ്വതന്ത്രം ദൈവവിളി കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് 10-15 വർഷം കഴിയുന്നേ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയാണ്. നിങ്ങളെ കുറിച്ച് പറയാം, ഞാൻ എനിക്കൊരു കാര്യം പറയാം. അടുത്ത്, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ ആത്മാവിൽ വലിച്ചിരുന്നത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ ബാലെന്ന് പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവന്റെ അടുക്കൽ എന്ത് ചെയ്യണം? പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ നീ സംസാരിക്കുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ നീ വിളിച്ചു പറയുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നീ കാണുന്ന ജനത്തെ, ജനസമൂഹത്തെ, ജനക്രൗഡിനെ കണ്ട് ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ കണ്ണുരുട്ടി രാജാവായ ദാവീദ് പറഞ്ഞു, അവരെ കണ്ണൊക്കെ പുറ്റുകൊണ്ട് നിൽക്കുക, ദേഹമൊക്കെ തടി ചുരുണ്ടിരിക്കുക. കർത്താവ് മറന്നു വീഴുന്ന ഞാൻ പൊടിയായി പോകും. മലനായ ഗോലിയാത്ത് അപ്പോഴും കുറെ ആരും തോന്നിയില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥന കുറയുമ്പോഴാണ് ഈ പരിപാടിയിൽ പോകുന്നത്. കർത്താവുടെ ബന്ധം കുറയുമ്പോഴാണ് ഈ പദ്ധതികൾ അവരുടെ ഉള്ളിൽ കയറുന്നത്. കർത്താവായ കൂട്ടുകാരനെ പോലെ പ്രാർത്ഥനയിൽ നടന്നാൽ ഇതൊന്നും തോന്നത്തില്ല. തമ്പുരാൻ പറഞ്ഞ അതേ സമയം വിളിച്ചു പറയുവാനും നമുക്ക് കഴിയും. ഇതിനാ നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം. എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. സംഗീതം പറയും, യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ ആശ്ചര്യപ്പെട്ടിരിക്കുന്നത്. തക്ക സമയത്ത് അറിയിക്കേണ്ട ദൂരറിയിപ്പാൻ പ്രാഗൽഭ്യനായി എഴുന്നേൽക്കുന്നവൻ. അവൻ തക്ക കാലത്ത് വരം കാട്ടുന്നത് ഇല വാടാത്തതുമായ എന്നാ ഇല കൈകൾ. എനിക്ക് അവിടെ മുമ്പിൽ നിൽക്കാൻ ആരോഗ്യം ഉണ്ടാവുമ്പോ ഞാൻ എഴുച്ചിരിക്കുമ്പോ കൈകാലൊക്കെ ഉറക്കിയത് ഇപ്പോഴും ചിന്തിച്ചപ്പോഴേ പറയല്ല. ചിലർക്ക് അങ്ങനെ തുടങ്ങിയത്. ഒരു സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ കൈകാലം ഉറക്കും. ലോകത്തിൽ നിൽക്കാൻ കഴിഞ്ഞാൽ കുട്ടികൊട്ടുപോലെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കണ അഭിഷേകം നടത്താം. ഇതെല്ലാം വിളിക്കടക്കൊണ്ട് നമ്മളറിയോ നമുക്കറിയത്തിൽ നമ്മുടെ മാരിയൊക്കെ മനസ്സിലായി നിങ്ങൾക്ക്? ഇതുപോലെ വിറച്ച ധാരാളം പേരെ കർത്താവിന് വേണ്ടി ശുശ്രൂഷകരായി നിയമിക്കുവാൻ ദൈവം കൃപയാൽ ഉപയോഗിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്തത്, യഹോവയുടെ അരുളപ്പാട്, പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായിൽ തൊട്ടു. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ഒരു പ്രവാചകന്റെ വായെ തമ്പുരാൻ തൊട്ടിട്ട് നമ്മുടേതായ പരിപാടിയും പദ്ധതിയൊക്കെ നീക്കി അവന്റെ പദ്ധതി നിങ്ങളുടെ വായിൽ മാത്രമല്ല ഹൃദയത്തിൽ വരും. അതെന്തിനാ? ഹൃദയം നിറഞ്ഞു കഴിയുന്നത് വായി പ്രസ്താവിക്കുന്നു. അവന്റെ അകത്തളത്തിൽ, അവന്റെ വചനത്തെ കൊണ്ട്, അരുളപ്പാടുകൾ കൊണ്ട്, ആത്മനിയോഗത്തിൽ നിറയ്ക്കും. ഈ ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം വിളിച്ചത്. ആത്മനിയോഗത്തിൽ നിന്ന് എന്ത് വിശ്വാസിക്കും ലഭിക്കും? ധാരാളം ഇന്ന് പ്രവചിക്കുന്ന വിശ്വാസിയാണ് ദേശത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അവർക്ക് ഉടനെ ഞാൻ പറയട്ടെ, പുതിയ സാഹചര്യത്തിൽ ആഹാരം വിളമ്പിക്കൊണ്ടിരുന്ന 7 പേരെ തെരഞ്ഞെടുത്തു. പത്രോസിന്റെ കാലത്ത് ഇവർ ആഹാരം വിളമ്പിയായിട്ട് ലോകം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവർ ആ ദൈവജനം ശ്രമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, എപ്പോഴാ ഞങ്ങളെ പുറത്തെടുക്കുന്നത്? എപ്പോഴാ ഞങ്ങൾക്ക് ഒരു ശുശ്രൂഷകൾ അതിന് ഏൽപ്പിക്കുന്നത്? ഞങ്ങളെ ഏൽപ്പിച്ചത് ചെയ്യാമെന്ന് ദൈവത്തോടു കൂടി കൂടെ നടക്കുന്ന ഒരു ജീവിതം അവർക്കുണ്ടായി. ഒരു ദിവസം വിധവമാരെല്ലാം കൂടി പറഞ്ഞു, ഞങ്ങളെ ഇപ്പൊ ഉപേക്ഷയായി. ശിഷ്യന്മാർ എണ്ണമൊക്കെ സഭയിൽ വർദ്ധിച്ചു വന്നപ്പോ, ആളുകളുടെ കൂട്ടം വർദ്ധിച്ചപ്പോ സ്വന്തം ഞങ്ങളോട് ഇപ്പൊ ഒന്നും പറയാറില്ല. ഇപ്പൊ വളർന്നു വരുന്ന കുറെ തലമുറയുടെ പുറകെയാണ് നമ്മുടെ പാസ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ ഈ ചെറിയ പിറുവിറുപ്പ്, എവിടെ ആദ്യമായി വളരുമ്പോഴും ഈ ചെറിയ പിറുവിറുപ്പും മുറുമുറുപ്പും നമ്മളൊക്കെ പഴയ
മൂടുകളാണ്, പുളിച്ചുവാവിന്റെ മൂട് പോലെ അങ്ങനെ അറിഞ്ഞ അപ്പൊ ഇത് മനസ്സിലാക്കിയ സ്വന്തം അപ്പോസ്തലൻ എന്ത് ചെയ്തറിയാമോ? ഈ മൂടുകളെ വിട്ടിട്ട് പുതിയ ജനറേഷൻ വളർത്താൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ നമ്മളാരും വേണ്ട, അവര് മതി. ഞാൻ പറഞ്ഞതല്ലേ, വഴിയില്ലാത്തുള്ളതാ. പത്രോസ് എടുത്ത് വായിച്ചാൽ കാണാൻ കഴിയും. സ്വന്തം അപ്പോസ്തലൻ ഈ വ്യക്തമായി നമുക്ക് വ്യക്തമായിട്ടുണ്ട്. സ്വന്തം അങ്ങനെ ഒരു 7 പേരെ ചൊല്ലിട്ടുണ്ട്. അതിലൊരുവനാണ് സ്തെഫാനോസ്, അതിലൊരുവനാണ് ഫിലിപ്പോസ്. പ്രിയമുള്ളവരെ, ഇവർ ശക്തിയോടെ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സൈനിക ശക്തി വെളിപ്പെട്ടെന്ന് കാണാൻ കഴിയും. അത് ഞാൻ പറഞ്ഞ സഭയ്ക്കകത്ത് ഒരുക്കുകയാണ്. പഴയ വെച്ചിട്ടുണ്ടാകേണ്ടത് മോശയുടെ നടന്നതിൽ ഒരു 70 വരെ കൊണ്ടുവരികയാണ്. ആത്മാവ് യഹോവ ഇറങ്ങി വന്നിട്ട് ആത്മാവിന്റെ അടുത്ത് അവിടെ ഉള്ളിൽ ആക്കുകയെങ്കിൽ ഇവിടെ സ്തോത്രം അപ്പോസ്തലന്മാർ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ദൈവിക ശുശ്രൂഷ, ദൈവ സ്നേഹം, ദൈവിക സാന്നിധ്യം, ദൈവ പ്രവൃത്തി, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അസാധാരണ വീര്യപ്രവൃത്തികൾ യേശുവിൽ ചലിക്കുകയാണ്. അങ്ങനെ ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിലേക്ക് പോയി. 8-ാമത്തെ 6-ാം വാക്യം വായിച്ചേ. അപ്പോസ്തലൻ 8:6. ഈ കേട്ട് ഇരിക്കുന്നതിനല്ല കർത്താവിന് ആവശ്യം, കേട്ടിട്ട് വല്ലതും പ്രാപിച്ച് ഓടാൻ ആഗ്രഹിക്കുന്നതിനെ കർത്താവിന് ആവശ്യം. വായിച്ചോ. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യാൻ അവൻ പറയുന്നവന്റെ ഉപദേശം ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും ഹലോ ആഹാരം വളർത്തിക്കൊണ്ടിരുന്നവരാ. ഇവരെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയാണ്. യേശു തന്നെ സൂചിക്കുമ്പോ നീ അച്ഛന്റെ മോനല്ലേ, ഇന്നലെ നിന്നെ ഞാൻ ആശാരി പണിക്ക് എഴുതുന്നപോലെ കണ്ടതാ. നിങ്ങൾ 10 ദിവസം പള്ളിയിലുണ്ടാകോ? ആഹാരം വളർത്തിക്കൊണ്ടിരുന്ന ആളല്ലേ. ഇന്നലെ ആഹാരം വളർത്തി, പള്ളി തൂത്തു, പായിട്ടു, വൃത്തിയാക്കി എല്ലാം ചെയ്തു. ഒരു സമയം വരും, എഴുന്നേൽപ്പിന്റെ ഒരു സമയം വരും, ഒരു ഉയർച്ചയുടെ സമയം വരും. അയ്യോ ഇന്നലെ ബിസിനസ് നടന്നാണല്ലേ, അയ്യോ ഞാൻ വണ്ടിയൊക്കെ തേച്ച് എഴുതി എന്റെ വണ്ടിയാഴ്ച കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണം. കൂടുതൽ നാളല്ലേ ഏരിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ച ഏരിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ച എരിശല്ലേ. അങ്ങനെ സമയം ഉണ്ടായിരുന്നു. അതെ, അപ്പൊ നിങ്ങൾ മാറി പറയുന്നത് അതെ. പക്ഷെ ഇപ്പോ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗം എന്റെ പേര് വന്നു, അവന്റെ സമയം എന്റെ പേര് വെളിപ്പെട്ടു. അവനോട് വഴി പോയി പറഞ്ഞു, അതെ ആമോസേ, നീ ആടുകളെ മേച്ച് അത്തിപ്പഴം പറക്കി അവിടെ കാട്ടിക്കൊണ്ടതാണല്ലേ. അതെ ആമോസേ, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനാണ്. പക്ഷേ എന്റെ പേര് നിയോഗം വന്നിട്ടുണ്ട്, പോയി പ്രവചിക്കുക. മനസ്സിലായത് നിങ്ങൾക്ക്? സഹോദരങ്ങളെ, നിങ്ങളുടെ സാഹചര്യമല്ലേ, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഒരുപക്ഷെ നിങ്ങൾ പറയും കടഭാരത്തെ കുരുങ്ങി കിടക്കുകയാണ്, അയ്യോ എനിക്കൊന്നും പ്രാർത്ഥന പോലും കഴിയുന്നില്ല. വിളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അമ്മയുടെ ഉദരത്തിന്ന് പുറത്തു വരുന്നവരെ കണ്ടതാ എന്ന് പറഞ്ഞതുപോലെ വിളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിയോഗമുണ്ടെങ്കിൽ ഒരു സമയം വരും. ഏതൊക്കെ എന്ന് പറയാം, ലോകത്തിന്റെ പാപത്തിന്റെ കൂമ്പാരത്തിന്റെ പിറകിലൂടെ നീ പോയാലും ഒരു സമയം വരും. നീ ഏതൊക്കെ കഷ്ടതയുടെ ആഴത്തിലായിപ്പോയെന്ന് പറഞ്ഞാലും ഒരു സമയം വരും. നിന്നെ എവിടെയൊക്കെ തകർത്ത് ഒതുക്കി കെട്ടാൻ നോക്കിയാലും ശരി, ഒരു സമയം വരും നിന്നെ എഴുന്നേൽപ്പിക്കും. ശൗലേ സഹോദര, കാഴ്ച പ്രാപിച്ച് എഴുന്നേൽക്ക എന്ന് പറയുന്ന പോലെ പറയുന്ന ഒരു സമയം വരും. അതിനായി നീ കാത്തിരിക്കണം. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകരെ പോലെ എനിക്കും. കാത്തിരിക്കും ആകാശമായി Yeshua,
അവിടുത്തെ മഹത്വമേറിയ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അത് 4, 5, 6, 7 വാക്യം ഇവിടെ വായിച്ചു. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് ആ. അവിടെവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്നു. അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ആ. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയും അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധന്മാരിൽ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അപ്പൊ ഈ ആത്മാവ് നിന്നിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത മനസ്സിലായതാണ് പറയുന്നത്. കുഞ്ഞെ, നിങ്ങൾ ആരാധിക്കുമ്പോ ഒന്നും അറിയത്തില്ല, നിങ്ങൾ അന്യഭാഷ അറിയുമ്പോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഫിലിപ്പോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ വായിൽ വാർത്ത വെളിപ്പെടുമ്പോഴേ ആത്മാവ്, ദുരാത്മാവ് പിടിച്ച വ്യക്തികളിലേക്ക് ഈ ആത്മാവ് കടന്നു. തീയുടെ ആത്മാവ് ഈ ദുരാത്മ ബാധിച്ചവനെ കയറിയപ്പോ അവിടെ കെട്ടുകളൊക്കെ പൊട്ടാൻ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞ്, നിന്നിരിക്കുന്ന അഭിഷേകം മുഖത്തെ തകർക്കുന്ന അഭിഷേകമാണ്. നീ ചിന്തിക്കും ഞാൻ കൈയടിച്ച് ആരാധിക്കുമ്പോ, ഞാൻ അന്യഭാഷ പറയുമ്പോ ഹല്ലേലൂയ എന്താ സംഭവിക്കുന്നത്? കുഞ്ഞ്, നിന്നിരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, അത് ചാടി പുറപ്പെടും. എന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ ഒരു തീ ആടി കൂട്ടിയതുപോലെ നിന്നിലേക്ക് ആത്മസാന്നിധ്യം നിന്നിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഇതിനാ യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. എന്താ സാറേ ജീവജല നദികൾ ഒഴുകുന്നത്? പറയാം, ആ ദുരാത്മാവ് വന്നിരിക്കുന്ന ആ അശുദ്ധിയുടെ ആത്മാവിനെ കത്തിച്ചു തകർക്കുവാനായി ഇറങ്ങും. രോഗാത്മശക്തിയാണെങ്കിൽ, രോഗബന്ധനമാണെങ്കിൽ അത് അഴിക്കുവാനായി ഇറങ്ങും. താന്ത്രവാദം തകർക്കുന്ന ഇരുകോടാമലെ ഖണ്ഡിക്കുന്ന ഒരു ദൈവശക്തിയാണ് അതവന്റെ തലത്തിലിറങ്ങും. കുഞ്ഞെ, ഇതാ ഫിലിപ്പോസ് പ്രസംഗിക്കുമ്പോ സംഭവിച്ചത്. അതാണ് ആത്മാവിന്റെ പ്രത്യേകത. ഓ ഹല്ലേലൂയ. അതിപ്പോലെ ചലിക്കുന്നത് എനിക്ക് വ്യക്തമായി ആത്മാവിൽ കാണാം. ഓ ഹല്ലേലൂയ. ദൈവം അയച്ചവൻ. അതുകൊണ്ട് പറഞ്ഞേ, ക്രിസ്തുവിനെ തെളിയിപ്പാ ദൈവം പെയ്തത് നിന്റെ മേൽ ഒരു നിയോഗം വീഴുന്നു. ഓ നമസ്തേ. ആഖ്യാനം ശാരദോട. ആഖാവേ ഇവിടെ മേൽ ആ തീവ്ര ശക്തി കത്തണമപ്പ. ഫിലിപ്പോസ് സമയം പോയി ക്രിസ്തുവിനെ തെളിയിച്ചതുപോലെ ക്രിസ്തുവിനെ തെളിയിപ്പാൻ ഇവരെ ചിലരെ അധികാരത്തോടെ ആത്മനിയോഗത്തോടെ ഏൽപ്പിച്ചുകൊണ്ടാണ് നടക്കുക. യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. ആത്മാവിന്റെ നിയോഗമാണ്. അഭിഷേകം അഗ്നി വെളിപ്പെടുന്നതാണ്. ഫിലിപ്പോസ് പ്രസംഗിച്ചത് അത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചതുപോലെ ചില ഹൃദയങ്ങളെ കൊള്ളുകയാണ്. രക്തങ്ങളെ വെക്കുന്ന രോഗങ്ങളുടെ ഹൃദയം യുവജനങ്ങളെ കൊന്നതുപോലെ ചിലരെയൊക്കെ കൊള്ളുകയാണ്. ഇന്ന് പലച്ച വ്യക്തികൾക്കെത്താവ് ആത്മനിയോഗത്തിൽ അകത്താകുകയാണ്. ചില വ്യക്തികളെ കൂടി കത്താവുന്ന പകൽ തിരഞ്ഞെടുത്തവരുടെ രാജ്യത്തിന് വേണ്ടി കൊല്ലുകയാണ്. ഓ ഹല്ലേലൂയ. ഒരു ഏലിയാവിനെ കണ്ടതുപോലെ, ഒരു ഫിലിപ്പോസിനെ എഴുതിച്ചതുപോലെ, ഒരു സ്തെഫാനോസ് എഴുതിച്ചതുപോലെ ചിലരെ കൂടി കർത്താവേ ഇന്നും പകൽ എഴുന്നേൽപ്പിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവേ, അവിടുന്ന് വൻ കാര്യങ്ങളെ ചെയ്യാൻ നന്ദി. നോക്കുവിൻ, ഫിലിപ്പോസ് ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോ ദുരാത്മാക്കൾ അവരെ ഇറങ്ങി മാറാൻ തുടങ്ങി. അതാണ് പറഞ്ഞത്, നിന്നിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകം, വിശ്വസിക്കുന്നവരുടെ വ്യാപരിക്കുന്ന ഒരു അഭിഷേകം. ഈ അഭിഷേകത്താണ് മോശയെ എടുത്തത് വടിയെ സർപ്പമാക്കിയത്. ഹല്ലേലൂയ. സർപ്പത്തിന്റെ വാരി പിടിച്ചപ്പോ തിരിച്ചു വീണ്ടും വടിയായി. ഇത്രയുമായി കഴിഞ്ഞപ്പോ നോക്കണേ, മോശയുടെ കയ്യിൽ വടി കീഴെ ഇട്ടപ്പോൾ സർപ്പമായി, തിരിച്ചു വാലെ പിടിക്കുമ്പോൾ വടിയായി. അടുത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്, ദൈവത്തിന്റെ വടിയും എടുത്തുകൊള്ളുക. ഇന്നലെ വരെ ഇത് നിന്റെ വടിയായിരുന്നു. ദൈവം പറഞ്ഞില്ലേ, കീഴെ ഇടാനായി പറഞ്ഞില്ലേ,
നിന്റെ എല്ലാ പോളിസിയും, നിന്റെ എല്ലാ പദ്ധതിയും, നിന്റെ എല്ലാ അഹങ്കാരവും അഹംഭാവവും താഴെട്ട് കഴിയുമ്പോ തമ്പുരാൻ അത് അത്ഭുതമാക്കി മാറ്റാൻ കഴിയും. അപ്പൊ പറയുക ഇത് ദൈവത്തിന്റെ വഴിയാ. ആ വടി കൊണ്ടാ ചെങ്കടലൻ വിഭാഗിക്കുന്നത്. ഈ വടി കൊണ്ടാ നീട്ടുമ്പോ നദിയിലെ വെള്ളം രക്തമാകുന്നത്. ഈ വടി നീട്ടുമ്പോഴാ, പൊടിയിലടിക്കുമ്പോഴാ പേര് പൊങ്ങുന്നത്. ഈ വടി നീട്ടി കൽപ്പിക്കുമ്പോഴാ ധവളദേശത്ത് ന്യായവിധി വ്യാപരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ വടിയാ. നിന്റെ പേരിൽ അഭിഷേകമുണ്ടോ? ആത്മനിയോഗം അത് ദൈവത്തിന്റെ മേൽ വെച്ചതാ. അത് ചില അത്ഭുതങ്ങൾ, അത് ചില വീര്യപ്രവൃത്തികൾ വെളിപ്പെടാനുണ്ടായോ ഭയങ്കര. അതിനാ മോശയുടെ മേൽ അഭിഷേകത്തെ എടുത്തോ. ശിഷ്യന്മാരോട് മോശ എന്ത് ചെയ്യുന്നു, നീ മോശ എന്ത് ചെയ്ത് കാണുമോ അത് നിന്നെ കൊണ്ട് ചെയ്യിക്കുക. നിന്റെ ഒടുങ്ങിയ ജീവിതം, നിന്റെ വ്യാകുലം പിടിച്ച ജീവിതം, നിന്റെ നിരാശ പിടിച്ച ജീവിതമല്ല ഇത്. അഭിഷേകത്താൽ മാറ്റിമറിക്കുന്ന ഒരു അത്ഭുത യോഗത്തിലേക്ക് പോവുക. അത്ഭുത യോഗത്തിലേക്ക് പോവുക. അത്ഭുതമായ യോഗത്തിലേക്ക് പോവുക. ഓ ഹല്ലേലൂയ. ദൈവത്തിനെ മാറ്റിയെടുക്കുകയാണ്. വായിച്ചോട്ട് ഭാഗം ഇതില്ല. അനേക പക്ഷപാതക്കാരും മുടന്തനും സൗഖ്യം പ്രാപിച്ചു. കണ്ടോ? അനേക പക്ഷപാതക്കാരും മുടന്തനും സൗഖ്യം പ്രാപിച്ചു. രോഗശാന്തി വ്യാപരിച്ചു, വീര്യപ്രവൃത്തി വെളിപ്പെട്ടു. ഇതെല്ലാം അഭിഷേകത്തിലുണ്ട്. ഇനി എന്നത് നമ്മളുണ്ടോ തെളിയിപ്പാൻ എഴുന്നേൽക്കും. അതാണ് നമ്മുടെ ഒരു അവസരം വരും. നീ ആരാധിച്ച് വരപ്പെടുമ്പോൾ അറിയത്തില്ല. ഇത് നിന്റെ നീ നന്നാക്കുവാനൊക്കെ അറിയത്തില്ല. എന്തൊക്കെ വന്നിറങ്ങുകയാണ്. അപ്പൊ നീ ആയിരിക്കും ഒരു ശക്തി എനിക്ക് കിട്ടി. ചിലർക്ക് എന്താ ഉണ്ടായത്? ഞാനൊരു പ്രകാശം കണ്ട്. ചില പറയുന്ന സാക്ഷ്യം എന്നെ പറയുന്നത്. ചിലർ ഒരു ഭയങ്കര ശക്തി എന്റെ മേലെ അനുഭവിക്കാൻ കഴിയുന്നു. ചിലർ പറയുന്നത് ഒരു തീക്കാത്താതല്ലേ കുഞ്ഞെ, ഇതൊക്കെ നിന്നത് പോലെ പൊട്ടി പുറത്തൊഴിലാണ്. അതാണ് ഈശ്വരൻ നിന്നെ എന്നിൽ വിശ്വസിച്ച് വിളിക്കുന്നത്. എന്നിൽ വിശ്വസിച്ച് വിളിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാണ് കർത്താവ്. ശ്രദ്ധിക്കണമേ. വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവ ജല നദികൾ ഒഴുകും. അടങ്ങി പോകാം. യിരെമ്യാവ് 1:5. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരും മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിയമിച്ചു. എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ. ഇവൻ പറയുന്ന യിരെമ്യാവിനെ കൊച്ചുമോൻ പറയുന്ന പദമുണ്ട്. അയ്യോ യഹോവേ, ഞാൻ കൊച്ചുബാലനാണ്. എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് ദൈവവും യിരെമ്യാവുമായ ഒരു സംഭാഷണം. ദൈവാത്മാവ് യിരെമ്യാവിന്റെ അരികിൽ വന്നിട്ട് യിരെമ്യാവിനോട് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അതാണ് പറഞ്ഞു, കുഞ്ഞെ നീ പ്രാർത്ഥിച്ചു ഓടരുത്, അല്പസമയം ശാന്തമായിരിക്കണം. ആത്മാവ് ഇറങ്ങി വരും, നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കും. നിനക്ക് വിശ്വാസത്തിൽ ഉറയ്ക്കുക, നിങ്ങളുടെ വിശ്വാസത്തിൽ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ അടുക്കൽ വന്ന് സംസാരിക്കുമ്പോഴേ വെച്ച് പോകരുത്. യാക്കോബ് നോക്ക്, ഈ ജനമെല്ലാം തന്റെ മക്കളെയും കൊച്ചുമക്കളെയും ദാസിദാസന്മാരെ അക്കരെ കടത്തി. ഒറ്റയ്ക്ക് പോയപ്പോൾ എനിക്ക് ഈ ശത്രുവിനുള്ള ശക്തിയൊന്നുമില്ല. എന്റെ ചേട്ടനാ, പക്ഷെ അവന് ഭയങ്കര സൈന്യമുണ്ട്. അപ്പൊ അവനെ അടിക്കും പറക്കും, എനിക്ക് ഭയമാണ്. എന്നെ ഒന്ന് ബലപ്പെടുത്തുക. അവിടെ പറയുന്നു, ഉഷസാകുവോളം പൊരുതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൂരം പറഞ്ഞുവിടാ, പ്രഭാതം എന്റെ വീട് പോകട്ടെ.
എനിക്ക് എന്നെ അനുഗ്രഹിക്കാൻ പോകാം. എന്തിനാ അനുഗ്രഹിക്കേണ്ടത്? ശത്രുവിനെ എനിക്ക് ചെയ്യണം. എന്റെ ആഗ്രഹം അതാണ്. എന്റെ ജ്യേഷ്ഠനുകളിൽ പോയ ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഇന്നലെ അവരെ ഞാൻ അറിയാതെ പ്രശ്നം ഉണ്ടാക്കിയവനാ. അവന്റെ അനുഗ്രഹം തട്ടിയെടുത്തവനാ. വയസ്സോട് ജ്യേഷ്ഠാശം തട്ടിയെടുത്തവനാ. അപ്പന്റെ അനുഗ്രഹം തട്ടിയെടുത്തവനാ. അമ്മയുടെ വാക്ക് കേട്ടു, ദൈവം പറഞ്ഞതിനും കേട്ടില്ല, അവന് ബോധ്യമായി. അതാ യാക്കോബ് ചോദിക്കുന്നത്, കാലങ്ങൾ പലരും കഴിഞ്ഞുപോയി. 10-20 വർഷം പരാന്തരത്തിൽ ആടുകളെ മേച്ചു. അതേ ലാബാന് സമ്പത്തുണ്ടാക്കി. അവന്റെ 2 മക്കളെയും ഭാര്യയെ എടുത്തു. കൊച്ചുമക്കളും ജനിച്ചു. ഇപ്പോൾ തനിക്ക് ബോധം വന്നു, ഞാൻ എന്റെ പ്രിയരുടെ ഒന്നും ചെയ്തില്ല. ചിലർ അങ്ങനെയാ. എത്ര അഭിഷേകം പ്രാപിച്ച് കൃപയൊക്കെ പ്രാപിച്ചാലും ഈ യോസഫ് കഷ്ടപ്പെട്ടതുപോലെ ഞരങ്ങിയും കഷ്ടപ്പെട്ട് യാക്കോബ് വനാന്തരത്തിൽ ആട് മേച്ചതുപോലെ ആട് മേച്ചും. മോശ 40 സംവത്സരം ആട് മേച്ചതുപോലെ ആട് മേച്ചും വലഞ്ഞു പോവുകയാണ്. ദൈവത്തിന്റെ പ്രാമാണ്യമില്ല. അവർക്ക് മടക്കിക്കൊണ്ടുവരും. ആ ബോധം, ആ എരിവ് അകത്ത് കത്തിയപ്പോ ഇതിനാണ് ഇത് ഇരമ്യാവ് പറയുന്നത്. 20-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം തോന്നുന്നു. എന്നെ പറഞ്ഞു, അതിന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് ഏതാ ദൈവത്തിന്റെ വിളി, ഏതാ ദൈവത്തിന്റെ വാഗ്ദത്തം, ഏതാ ദൈവത്തിന് എന്നോടുള്ള ദൈവിക പദ്ധതി. എന്റെ അസ്ഥികൾ അടയ്ക്കപ്പെട്ടു. ദൈവം പറഞ്ഞ ആ വചനമുണ്ടല്ലോ, ആ എന്നെ കുറിച്ചുള്ള വിളിയുണ്ടല്ലോ, എനിക്കിപ്പോ തീ കത്തും പോലെ ഇരിക്കുക. അങ്ങനെ കത്തിയപ്പോഴാ യാക്കോബ് ചോദിക്കും, ദൈവമേ കാലങ്ങൾ പറഞ്ഞു കടന്നുപോയി, എനിക്ക് സ്വയം പുറത്തു വരാൻ പറ്റത്തിൽ അറിയോണേ. മനസ്സിലായോ നിങ്ങൾക്ക്? അതിനെ ഞാൻ പറഞ്ഞു, ഏൽപ്പിച്ചോട്. നിന്റെ അസാധ്യം സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ ഏൽപ്പിച്ചോട്, നിങ്ങൾ സമർപ്പിക്കും. എന്നെ ആർക്കറിയാം? ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്കല്ലേ അറിയാം. ചില പറയുന്നു, ആകാശം പിരിഞ്ഞു വീഴുന്നാലും എനിക്ക് പുറത്തു വരാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ ദുനിയയില്ല. നിന്നെ ഉയർത്തുവാൻ, നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ ദൈവത്തിന് കഴിയുമെന്നേ. നിന്നെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ അനേകരെ പുറത്തെടുക്കാൻ പോവുകയാണ്. ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കും. ഇന്ന് കർത്താവ് അനേകരെ പുറത്തെടുക്കും. ഉള്ളതാണ് ഞാൻ പറയുന്നത്. ദൈവാത്മാവ് വന്നിട്ടുണ്ട്. ഇവിടെ അവൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ആത്മാവ് ചിലരൊക്കെ നോക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുന്ന പോലെ അല്ല ആത്മാവ് നോക്കുന്നത്. നിങ്ങളുടെ കാഴ്ചയ്ക്ക് ചെറിയാണെന്ന് നിങ്ങളെ തന്നെ തോന്നിയേക്കാം. പക്ഷെ നിങ്ങളെ ബലവാനാക്കുന്ന ഒരുവൻ, ബലഹീനെ തുണനിൽക്കുന്ന ഒരുവൻ, ശക്തനാക്കുന്ന പരിശുദ്ധാത്മാവ്, ബലഹീനെ തുണനിൽക്കുന്ന പരിശുദ്ധാത്മാവ്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുന്നു. നിങ്ങളെ ശക്തരാക്കി മാറ്റുന്ന അഭിഷേകം ഇതിനകത്ത് വന്നിട്ടുണ്ട്. സഹോദരിമാരോട് പറയാണ്, ഗുരു വന്നിട്ടുണ്ട്, വിളിക്കുന്നു. ഗുരുവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളൊന്ന് പുറത്തു വരും. അതാണ് ഞാൻ പറഞ്ഞത്. വായിച്ചോളത്തെ വാക്യം. അതിനെ യഹോവ എന്നോട് അരുളി ചെയ്തത്. 7-ാം വാക്യം വരെ വായിക്കുന്നേ. 8. ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവന്റെ അടുക്കൽ നീ പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടിവിക്കേണ്ടത് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നിനക്കൊരു ദോഷവും ചെയ്യാതെ നീ പറയുന്ന കാര്യങ്ങൾ ഞാനാണ് അയച്ചത് തെളിയിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതുകൊണ്ടാണ് മോശെ പറവൊന്നും ചെയ്യാൻ പറ്റാത്തത്. തമ്പുരാൻ വിളിച്ചയച്ചു കഴിഞ്ഞാൽ ഇനി ഏത് പറവോ എന്ന് പറഞ്ഞാലും അവൻ ഇരുമ്പ് നിറങ്ങളും സൈന്യമുണ്ട്. എന്താ മോശയുടെ കൈകൾ തന്നത്? തമ്പുരാൻ അയക്കുന്നവനെ നീട്ടിയാലെ നീട്ടാൻ വേറെ ദൂതന്മാരുണ്ട്. ഈ ഉറപ്പ് പ്രാപിച്ചു എലിശ എന്ന് പറഞ്ഞറിയാമോ? ബാല്യക്കാരൻ പറഞ്ഞു, അയ്യോ യജമാനനെ, ഇതമ്മായി മലം നിറച്ച് ആരാം രാജ്യത്തിന് സൈന്യം വന്നിരിക്കുകയാണ്. മക്കളെ നോക്കണം, അതിന്റെ മുകളിലുണ്ടല്ലോ. യുവമാരെ മുകളിൽ യുവമാരെ കത്തിക്കുവാൻ കണക്കാക്കി അഗ്നി ഇടങ്ങളും അഗ്നി ശുരവും അയച്ചു ഒരു വലിയ സൈന്യത്തെ കൊണ്ട് നീ കണ്ടോ? ഈ പാവം തന്റെ ബാല്യക്കാരൻ ശിഷ്യൻ എന്റെ യജമാനൻ എന്തോ കുഴപ്പമായി. യുവമാരെ എപ്പോ നമ്മളെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ കൊന്നുകൊണ്ടിരിക്കുന്ന ആ പാർക്കുന്ന കൊച്ചുകൂടിനെ തീ വയ്ക്കും. ഇതെല്ലാം ചിന്തിച്ചു വേദനയോടെ നിൽക്കുന്ന ബാല്യക്കാരൻ ഒരൊറ്റ പ്രാർത്ഥന. ഗുരുവായ എലിശ, ദൈവമേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണൊന്ന് തുറന്നെങ്കിൽ, അതെ ചില കണ്ണ് തുറന്നെങ്കിലേ കാര്യം ചെയ്യാതെ. അതിനാ ഞാൻ പറഞ്ഞത് സമർപ്പിക്കുക, ഒന്ന് ഏൽപ്പിക്കുക. മനസ്സിലായോ? അപ്പൊ കാണുകയാണ്, ഓ
യജമാൻ എനിക്കിപ്പോ കാണാം, അങ്ങ് പറഞ്ഞ ശരി തന്നെ. അടുത്തൊരു പ്രാർത്ഥന, ഒരുത്തന്റെ കണ്ണ് തുറക്കാൻ പറഞ്ഞു. ഒരു കൂട്ടം സൈന്യത്തിന്റെ കണ്ണുകൾ അന്തരകം പ്രാർത്ഥിച്ചു. നിനക്ക് നിന്നെ വിളിച്ചെങ്കിലേ, നിന്നെ അയക്കുന്നവരെ പോകാൻ പറഞ്ഞാലേ, നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന ഒന്നും ഫലിക്കാതിരിക്കാനെ നിന്റെ അകത്തൊരു അധികാരം വെച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ് നീ അവിടെ ചെന്ന് പറഞ്ഞു ഇപ്പോഴേ വാഴപ്പെടണ്ട, അവിടെ ചെല്ലുമ്പോ പറയും തമ്പുരാൻ, അത് നീ എന്ന് പറഞ്ഞാൽ മതി. അന്നമാരാകട്ടുന്നവരെല്ലാം അമ്മമാരായി. ഇപ്പൊ ഇവരെല്ലാം പിടിച്ചുകൊണ്ട് ഇസ്രായേൽ ആളുകൾ കൊണ്ട് പറഞ്ഞു, നോക്കി ഇത് നിന്റെ സൈന്യം പിടിച്ച ആളുകളാ, ഇവർക്ക് വിശപ്പുണ്ട്, ഒരു കാര്യം ചെയ്യും, ഇവർ അനാങ്കാലാവിന്റെ കൊട്ടാരത്തിലോട്ട് വന്നവരാ, ഇവർ നല്ല ക്ഷീണിച്ചിരിപ്പുണ്ട്, ഇവർക്ക് പെട്ടെന്ന് ഒരു വിരുന്നൊരുക്കി കൊടുത്ത്. ഇതിനാണ് യേശു പറയുന്നത്, തിന്മയോട് നീ തോൽക്കരുത്, നന്മയാൽ തിന്മയെ ജയിക്കണം. തിന്മ ചെയ്യാൻ വന്നവനാ, അഭിഷേകം കൊണ്ടവൻ തിന്മയെന്ന് ചെയ്യുന്നത്, അവന്റെ കണ്ണുകൾ നയിക്കുകയാണ്. നോക്കിയപ്പോ കാണാം ഇസ്രായേലിന്റെ കൊട്ടാരത്തിനകത്ത് ഒരു വലിയ സൈന്യം, ചുറ്റും അവരുടെ ഹാലിൽ പാടാം. ഇവർ നോക്കിയിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയാണ്, നിങ്ങൾക്കൊരു ദോഷം ഞങ്ങൾ ചെയ്യത്തില്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ നിങ്ങൾ അവിടെ രാജാവിനൊക്കെ പോയി പറ, ഇവിടെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടരുണ്ടെന്ന് പറയാം. ആരാധിക്കുന്ന ഈ മക്കളെ സ്നേഹിക്കുന്നവർക്ക് തെളിയിക്കട്ടെ. അവർക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല, ആ സ്നേഹം വെളിപ്പെടുത്തി. സ്നേഹവും വെളിപ്പെടുത്ത്, ഭക്ഷണം കൊടുക്കണേ. ശത്രു വിശക്കുന്നവർക്ക് തിന്നാൻ കൊടുക്കാം, വിശപ്പുണ്ട് തിന്നാൻ കൊടുക്കട്ടു. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞെ ഇത് ചുമ്മാ പറഞ്ഞു പോകുന്ന പുസ്തകമല്ല, ഇത് തെളിയിക്കുന്ന പുസ്തകമാണ്. അതാണ് ജീവന്റെ വചനം പറഞ്ഞത്. നീ ഒന്ന് വിളിക്കണം, നിന്റെ ആവശ്യത്തിന് ഒന്ന് വിളിക്കണം, വാ തുറക്കണം. ഇത് ആവശ്യത്തിന് ഇങ്ങനെ ഇത് കാറ്റുപോയ വരുവാണല്ലോ എന്റെ ജീവിതം. നിന്നെ വിളിച്ചവൻ ഇല്ല അയൽവാസി വിളിച്ചവൻ, നിന്നെ വിളിച്ചവനുള്ളോ ആകാശി എങ്ങനെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ നിന്നെ ഉദരത്തിൽ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ആവശ്യമെല്ലാം നിറവേറ്റി നീ എത്തേണ്ട സ്ഥലത്തെത്തും വരെ, നിന്റെ തലമുറ എത്തേണ്ടതെത്തും വരെ, നിന്റെ കൊച്ചുമക്കൾ എത്തേണ്ടതെത്തും വരെ നിന്നെ നടത്തുവാൻ, ശരീരസുഖം തരുവാൻ, ദീർഘായുസ് തരുവാൻ, നിന്നെ പോറ്റി പുലർത്തുവാൻ, നിന്റെ ആവശ്യം നിറവേറ്റുവാൻ, അസ്ഥിയോട് വന്നു ചേർന്നതുപോലെ, മാംസം വെച്ചുപിടിപ്പിച്ചതുപോലെ, ഞരമ്പുകൾ വന്നതുപോലെ, ഒരു വലിയ സൈന്യമായി എഴുന്നേറ്റതുപോലെ നിന്നെ കൊണ്ട് ചെന്ന് ചെയ്യിക്കുവാൻ ദൈവം നിന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാർക്കരുത്. വചനമുണ്ടല്ലോ, ദൈവത്തിന്റെ വചനം, അത് വാളായി ഇറങ്ങും. ശത്രുവിനെ വെട്ടേണ്ടത് വെട്ടുവാൻ, തകർക്കേണ്ടത് തകർക്കും, ഉടയ്ക്കേണ്ടത് ഉടയ്ക്കും, പണിയേണ്ടതിനെ പണിയും. നോക്ക്, ഇപ്പോൾ വാക്കുകൾ നിധിയായിരിക്കുകയാണ്, ഭക്ഷണം കൊണ്ട് കഴിക്കുകയാണ്. ഇതുപോലെ ദൈവം ചിലത് ചെയ്യുവാൻ പോവുകയാണ്. വായിച്ചോ 9, 8, 9, 10 മണി. പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നീ പോയി നിങ്ങൾ ഒരു വീട്ടിൽ പോയി പറഞ്ഞിട്ട്, ചേച്ചി എന്തൊരു വിശേഷം, ഇത് ചോദിക്കാതെ കേട്ടേ. തമ്പുരാൻ തരുന്ന വചനങ്ങളെ കൊണ്ട് അറിയിക്കുകയാണ്. ഒരു നിമിഷം കണ്ടത്. പിന്നെ നിന്നെ കുറിച്ച് ദൈവാത്മ പറയുകയാണ്, നിന്റെ വീട്ടിൽ നിരാശയും ഭാരവും, മക്കളെ പറഞ്ഞ ചില വാക്കുകൾ നിങ്ങൾക്ക് ദുഃഖിച്ചിരിക്കുന്നു എന്ന് നീ യേശുവിനെ ആശ്രയിക്കും, പ്രാർത്ഥിക്കുക, ഇന്ന് നിന്റെ പ്രശ്നം മാറാൻ പോവുകയാണ് എന്ന് പറഞ്ഞു വിടുവോ? അവരെ കാര്യം ചോദിച്ച്, അപ്പുറത്തെ കാര്യം ചോദിച്ച്, അലവിയ വൈൻ കഥയും പറഞ്ഞ്, പൈങ്കിളി കഥയും പറഞ്ഞ്, ഇനി കൊച്ചുമക്കളുടെ കാര്യം ചോദിച്ചാൽ യേശുവിനെ കുറിച്ച് പറയാൻ സമയം കിട്ടുന്നില്ല. ഇതാണ് ഇന്നത്തെ പരിപാടി. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും. കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് നിരാശ പിടിച്ചിരിക്കുമ്പോൾ പ്രത്യാശ യേശു വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? അതിന് പ്രത്യാശ നാളിന്റെ കൂടെ വന്നിട്ടല്ലേ പിന്നെ പ്രത്യാശ യേശുവിനെ കുറിച്ച് പറയേ. നീ പോകുന്ന എല്ലാ തരത്തിലും അതാണ് ഞാൻ പറയുന്നത്. തുടക്കത്തിൽ കർത്താവ് ഇന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ആരോടാ നിന്നെ കുറിച്ച് പറയേണ്ടത്? നീ എന്നെ രക്ഷിച്ചു, എന്റെ കുടുംബത്തെ രക്ഷിച്ചു,
എനിക്ക് നീ സമാധാനം തന്നു, എനിക്ക് നീ സ്വസ്ഥത തന്നു, എന്റെ പേരിൽ വിളിയുണ്ടെന്ന് പറഞ്ഞു. അപ്പാ ഇന്ന് എന്തായി ചെയ്യാൻ പോകുന്ന ഈ പകൽ? പ്രവാചകനിക്ക് കൊണ്ട് മടങ്ങുമോ? നീ ചോദിക്കുമോ? ചോദിച്ചാലേ കാര്യം പറയാൻ പറ്റുന്നത്. നീ ഒന്നു കൊടുത്താലേ നിന്നെ അമ്മ അപ്പൻ വിളിക്കുകയാണ്, മക്കളെ എന്ന് ചിന്തിക്കുക. ഇവിടെ ഭൂമിയിലെ മക്കളെ കുറിച്ച് പറയുന്നത്. ഈ മക്കൾ പറയാം ഈ അമ്മയപ്പന്മാർ ഈ മക്കളോട് നിങ്ങൾ പറയാൻ പറ്റുമോ? ഇല്ല കേട്ടോ. ഇതേ സെയിം ആ കർത്താവ് വിളിക്കുമ്പോൾ നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചുകളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും. ഒരു പ്രവാചകൻ എന്തൊക്കെ അറിയാറുണ്ട്? ഈ പദ്ധതിയൊക്കെ ഇളിഞ്ഞു പോട്ടെ. ഏത് പദ്ധതിയിലും നിങ്ങളുടെ വീടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ. നിങ്ങൾക്ക് പങ്കിരുന്ന ചില ബന്ധങ്ങളുള്ള ക്രമമല്ലാത്ത ബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പറഞ്ഞേ. കർത്താവേ, എന്റെ മക്കളെ പറ്റി പിടിക്കുന്ന പാപത്തിന്റെ റൂട്ടുകൾ മുറിഞ്ഞു മാറട്ടെ. പൊട്ടേണ്ടത് പൊട്ടും, ദൈവത്തിനല്ലാത്ത ബന്ധങ്ങൾ മുറിയട്ടെ, പൊട്ടും. ബോംബ് ചൊല്ലിയിരിക്കും. എന്നിട്ട് വരാടുക്കാൻ പറ്റുന്നില്ല, നിലവേക്കുന്ന അഭിഷേകം ഉള്ളതോ ആദ്യം തൂക്കിയെടുത്ത് ദൂരെയറി. ദൈവമേ, അങ്ങനെ അറിയാതെ പറഞ്ഞു പോയി, ഇനി എന്തരാകും? ടെൻഷൻ പിടിക്കണ്ട. യേശുവിന്റെ നാമത്തിൽ മുറിഞ്ഞു മാറ്. അക്കരെ ഇക്കരെ എന്ന് പറയാവും. എല്ലാം മനസ്സിലായത് നിങ്ങൾക്ക്? ഒറ്റ വാക്യം പറഞ്ഞു പോയതാ. ബാക്കി ചിന്തിച്ചു. അടുത്ത് തീർന്നില്ല. ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി. യിരെമ്യാവേ, നീ എന്ത് കാണുന്നു? നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചുകളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ ഇന്ന് നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ദൈവം വിളിച്ചവരെ എന്തിനൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്? പൊളിക്കണം, നിർമൂലമാക്കണം, ഇടിക്കണം. ദൈവത്തിനില്ല ഇഷ്ടമില്ലാത്തതിനെല്ലാം ഇടിച്ചെടുക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ളതിനെ പൊളിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വെളിപ്പാട് വേണോ? ഇതിനാണ് വചനം പറഞ്ഞത്, വെളിപ്പാടില്ലാത്തടുത്ത് എന്റെ ജനം ഈ മര്യാദ നടക്കുമ്പോൾ വല്ലതൊക്കെ കയറി വരും. ഇതിനെയൊക്കെ ഇടിച്ചു പൊളിച്ച് റെഡിയാക്കി കർത്താവിന് നല്ല മുത്തുകളാക്കി കൊടുക്കാനാണ് പ്രവാചകൻ മരങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞാൻ രാവിലെ കാപ്പിലുണ്ടാക്കുന്നു, കൊടുക്കുന്നു, പിള്ളേരെ സ്കൂളിൽ ഒരു വാണ്ട കെട്ടും കെട്ടി തോണി കയറ്റി വിടുന്നു. എന്റെ അപ്പമാരോട് ഉച്ചയ്ക്ക് തിന്നായി അവരോട് ഉണ്ടാക്കുന്നു. അടുത്ത് വൈകുന്നേരമാകുമ്പോ പിള്ളേർക്ക് ഇങ്ങനെ കാപ്പ് കൊടുക്കണം, ട്യൂഷൻ അടുത്ത കെട്ടി വിടണം. തിരിച്ചു വരുമ്പോ വീണ്ടും കെട്ടിക്കൊടുത്ത് തിന്നടാ, ഉറങ്ങടാ, പഠിക്കടാ. വീണ്ടും ഗതി എന്ത് ചെയ്യാ? കല്ലെറിയണമെന്ന് തോന്നുന്നു. എറിഞ്ഞോ, ഞാൻ കൊള്ളാം. പക്ഷേ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം. നിങ്ങൾ ഇനിയും കരഞ്ഞ് മുമ്പോട്ട് പോകരുത്. നിങ്ങൾ ഇനിയും നിരാശയോടെ മുമ്പോട്ട് പോകരുത്. പ്രത്യാശ സ്വീകാരം മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തു യേശു നല്ലവരായി നീയും എന്നോടുള്ള കഷ്ടം സഹിക്കായെന്ന് തീമോഥെയോസിനോട് പൗലോസ് പറയുന്ന പോലെ, കുഞ്ഞെ, നീ കർത്താവിനോട് നിന്നാൽ ഒരു പ്രതിഫലമുണ്ട്. അതുകൊണ്ട് പൗലോസ് കൂടാരമായ ഭൗമമാണല്ലോ ഈ ശരീരം. ഇത് എപ്പോ വേണമെങ്കിലും പോവാം. ഇത് മണ്ണി നിൽക്കുന്നതാണ്. പക്ഷേ ദൈവത്തിന് ദാനമായിരിക്കേണ്ട സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയാം.
അതുകൊണ്ടായി ഞരക്കവും കഷ്ടവും എന്തെങ്കിലും പറഞ്ഞാലും മറുപടി പറയാതെ ഞാൻ മിണ്ടാണ്ടിരിക്കുന്നില്ലേ? അതിന്റെ കാരണം അറിയാമോ? എന്നെ അറിയുന്ന ഒരുവനുണ്ട്, എന്നെ കാണുന്ന ഒരുവനുണ്ട്. കാലാര് വന്ന് ചോദിച്ചു പോലെ എന്നെ കണ്ടവൻ ഇവിടെയും വന്നു. ഞാൻ മരിക്കാൻ പറയാ. സൂര്യന് പോകുന്ന ഉറവിന്റെ നിൽക്കുന്ന ഗാലാനോട് ദൂതൻ ചോദിക്കുക, ഗാലാനെ നീ എവിടെ വരും? ഞാൻ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് സാറയുടെ കുത്തുവാക്ക് കേട്ടിട്ട് മരിക്കാൻ വേണ്ടി ഓടിപ്പോ. നിന്റെ അകത്ത് ഒരു മോൻ വളരുന്നുണ്ട്, അവനെ ഉണ്ടല്ലോ, അവനെ നീ കൊല്ലരുത്. ഇപ്പൊ നീ പോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. കുഞ്ഞു ജനിച്ചു വളർന്നു 10-15 വയസ്സുള്ള ചെറുപ്പക്കാരനായി. ഇപ്പോഴുണ്ടല്ലോ മരുഭൂമിയിൽ ഈ കുഞ്ഞിന്റെ മരണം കാണണ്ടെന്ന് പറഞ്ഞ് അഗ്നിപ്പാട് ദൂരത്തിട്ടോ. ഇതാ കാലം ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം എന്തൊക്കെ ആവലാതി പറയുന്നുണ്ട്. 10-17 വയസ്സ് വരെ ഒരു കുഞ്ഞിനെ വളർത്തി അമ്മയെ പോറ്റിപ്പുലർത്താണ്ട ആയി, നമ്മൾ പറയുന്നത് പക്വതയായി. ഇപ്പോൾ അവന്റെ മരണം, അവൻ വെള്ളം കിട്ടാതെ ആഹാരം കിട്ടാതെ പറന്നു വീഴുന്ന അനുഭവത്തിലെത്തിയിരിക്കുകയാണ്. എഴുന്നേൽക്ക്, വാറിന്റെ നിലവിളി എന്റെ ശരീരത്തിൽ പോ. അവനെ താങ്ങി എഴുന്നേൽപ്പിക്കുക, താങ്ങി എഴുന്നേൽപ്പിച്ചാൽ മതി. എന്ത് കൊടുക്കും കർത്താവേ? ഇനിയിപ്പം ഉറങ്ങിക്കിടക്കുന്ന ആളിനെ വിളിച്ചോക്കെ എന്നു പറയാറില്ലേ? കൊടുക്കാൻ ഒന്നുമില്ല, അവിടെ ആണെങ്കിൽ ഉറങ്ങട്ട് എന്ന് പറയുന്ന ആളല്ല എന്റെ ദൈവം. ജീവൻ പറ്റുവാണെങ്കിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ ആളല്ല. ശ്രദ്ധിച്ചത് ആ തളർന്നു കിടക്കുന്ന അവനെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. എഴുന്നേൽപ്പിച്ച് നോക്കിയപ്പോഴാ അവൾ ഇരുന്നതിനടുക്കൊരു ഉറമൊഴുകി വരിക. അവൾ വെള്ളം കൊടുത്ത് കുടിപ്പിച്ചു, ചൈതന്യം പ്രാപിച്ചു. അവൾക്ക് മനസ്സിലായി, എന്നെ കാണുന്നവരുടെ വന്നെന്ന് ചോദിച്ചില്ലേ? അതേ ആവശ്യങ്ങളെ കൂടി ചുമ്മാ മുഖത്ത് നോക്കിയിട്ട് പോകുന്നതല്ല. നിന്റെ ജീവിതത്തെ നോക്കിയിട്ട് നിന്റെ കൂട്ടുകാരിയും ചാച്ച പറഞ്ഞു പോലെ നിന്നെ കണ്ടിട്ട് പോകുന്ന ആളല്ല കർത്താവ് വന്നാൽ. അവൻ വന്നാൽ നിന്റെ ജീവിതത്തിലെ വേദനകൾക്ക് ഉത്തരം തരുവാൻ, നിനക്ക് അറിയപ്പെട്ട ഉറവയെ തുറന്നു തരുവാൻ, നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരുവാൻ. അതിനാ പറയുന്നത്. ചില നഷ്ടങ്ങൾ തിരിച്ചു വരാൻ പോവുകയാണ് ഈ വർഷം. ചില നഷ്ടങ്ങൾ തിരിച്ചു വരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ തിരികെ പിടിക്കാൻ പോവുകയാണ്. ദൈവമേ, നീ ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരാളെ കൂടി മുമ്പിൽ വെച്ച് വേഗത്തിൽ പ്രാർത്ഥിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-2 വാക്യം. പെട്ടെന്ന് വന്ന ഒരു മനുഷ്യൻ, ഒരു പ്രവാചകൻ. ഹല്ലേലൂയ. ആരും മനസ്സിലാക്കുന്നില്ല ആരെന്ന്. പക്ഷെ പെട്ടെന്ന് വന്നൊരു ദൂതറിയിക്കുന്ന ഒരു പ്രവാചകനെ കാണാൻ കഴിയും. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-2 വാക്യം വേഗത്തിൽ വായിച്ചോ. എന്നാൽ ഗിലെയാദിലെ തിസ്ബയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിനെ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും മനസ്സമക്കേട് കാണിച്ചപ്പോ ദൈവത്തെ ദൈവമെന്നറിഞ്ഞ് സേവിക്കാതെ പോകുമ്പോ അവരുടെ നടുവിൽ ദൈവത്തിലേക്ക് തിരിക്കുവാൻ ഇറങ്ങി വന്ന ഒരു പ്രവാചകനായിരുന്നു തിശ്ബ്യനായ ഏലിയാവ്. തിബിരിയിൽവന്ന് വേദത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകൾ മഴയും പെയ്യത്തില്ല, മഞ്ഞും ഉണ്ടാകത്തില്ല. നമുക്ക് അവന്റെ നാവിന്റെയുള്ള ദൈവത്തിന്റെ അള്ളപ്പാടിന്റെ അധികാരം മനസ്സിലായി തീർന്നില്ല. 1 ശമൂവേലിന്റെ പുസ്തകം വേഗത്തിലേക്ക് 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 19, 20, 21 നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും ഇവിടെ ശമൂവേലിനെ കാണുകയാണ്. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. നിന്റെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും നിന്നോട് കൂടെ ഇരിക്കുന്നവരാണ് കർത്താവ്. നിന്നെ വിളിച്ചത് ശരിയാണെങ്കിൽ, തെരഞ്ഞെടുത്തത് ശരിയാണെങ്കിൽ നിന്റെ കൂടെ വരുന്നവനാണ് യഹോവ. മറക്കരുത്. അവന്റെ വചനങ്ങളിൽ ഒന്നും അവൻ പറഞ്ഞ ഒരു വാക്കുകൾക്കും വള്ളിവിളി വ്യത്യാസമില്ലാതെ നിറവേറ്റുവാൻ യഹോവ ഇവരൊപ്പം സംസാരിക്കുമെന്ന് പറഞ്ഞ് ആ വ്യക്തിയോട് കൂടെ ഇരിക്കുകയാണ്. ഇതാണ് ആ പ്രവാചകൻ. ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകന്റെ പ്രത്യേകത. അടുത്ത് ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് അറിഞ്ഞു. എങ്ങനെ അറിയുന്നത്? അവൻ പറയുന്ന കാര്യങ്ങൾ നിറവേറുമ്പോ, അല്ലേ?
ശരിയല്ലേ? നിങ്ങൾ പറയുന്ന വാർത്ത അതിന്റെ നിവർത്തി കാണുമ്പോഴാ ജനമെല്ലാം പറഞ്ഞു, ഓ ശമൂവേൽ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു, ശമൂവേൽ പറഞ്ഞതല്ല. ഇതുപോലെ സ്തോത്രം ജനം കഴിഞ്ഞ നിമിഷം ഒന്ന് പറയുകയാണ്, ഏയ് ആന ഓടിക്കോ കുത്തൻ ഓടിപ്പോകും. ചിലരോ അതൊക്കെ സമ്മതിക്കുമോ? നമ്മളെ ഇവിടെ കൊല്ലാൻ നോക്കണം, ഇവർ ഓടിപ്പോകുമോ? ഇല്ല കുഞ്ഞെ, ഇല്ല. നിന്റെ വായിൽ യഹോവയാണ് ആ വാർത്ത തന്നെങ്കിൽ അവർ ഓടിപ്പോയിരിക്കും. 100 കണക്കിന് അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പകൽ എന്നോട് പറയട്ടെ, ഓടിപ്പോകുമെങ്കിൽ ഓടിപ്പോകും. ഇന്ന് പകൽ അവരോട് വീണ്ടും പറയാണ്, നിങ്ങളെ ഓടിക്കാൻ നോക്കുന്നവർ ചിലർ ഓടിപ്പോകും. നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളെ ഓടിപ്പാൻ നോക്കുന്നവർ ഓടിപ്പോകും. നിങ്ങളെ ഓടിപ്പാൻ നോക്കുന്നവർ ഓടിപ്പോകും. നിങ്ങളെ ദേശത്ത് ഉറപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളെ ഓടിക്കാൻ നോക്കുന്നവർ ഓടിപ്പോകും. നിങ്ങളെ ദേശത്ത് ഉറപ്പിക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങളെ ഓടിപ്പാൻ നോക്കുന്നവർ ഓടിപ്പോകും. നിന്റെ ദേശത്ത് ഉറപ്പിക്കുമെന്ന് സൈന്യങ്ങളെ ഹോമം ചെയ്യുകയാണ്. നിനക്കെതിരെ പലതും കാട്ടിക്കൂട്ടുന്നതൊക്കെ ബോധ്യമായല്ലേ? ചില വെല്ലുവിളി നിനക്കെതിരെ ഉയരുന്നുണ്ടല്ലേ? നീ അത് നോക്കി പേടിക്കരുത്, നീ അത് കണ്ട് ഭയപ്പെടരുത്. ഇതാ എന്നോട് പറഞ്ഞോ, നീ അത് നോക്കിയിട്ട് ഭയപ്പെടരുത്. ഇവിടെ ശൗല് നോക്ക്, അവന്റെ വചനങ്ങൾ ഒന്നും നിഷ്ഫലമാകുവാൻ ദൈവം അനുവദിച്ചില്ല. വായിച്ചോ. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ നിന്നോട് ഇടവിടാതെ സംസാരിക്കാൻ ഇറങ്ങി വരും. അതാണ് പറയുന്നത്. പള്ളിക്കകത്തിരിക്കും മാത്രമല്ല, നീ യാത്ര ചെയ്യുമ്പോ, നീ വീട്ടിലിരിക്കുമ്പോ, നീ ഒരു കഷ്ടത്തിലാകുമ്പോ, നീ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ മുഖത്തേക്ക് നോക്കിയാലും അപ്പോ നിന്നോട് സംസാരിക്കാൻ ആത്മാവ് ഇറങ്ങി വരും. അവനോട് ദൈവത്തിന്റെ പ്രമാണം അറിയിച്ചതിന് ശേഷം, ദൈവത്തിന്റെ ആഗ്രഹം എന്തെന്ന് ശമൂവേലിനെ അറിയിച്ചതിന് ശേഷം ശിലോവിൽ വെച്ച് പിന്നെയും പിന്നെയും യഹോവ ശമൂവേൽ അങ്ങോട്ട് കയറി ചെല്ലുന്നല്ല, ശമൂവേൽ കയറി ചെല്ലും പ്രാർത്ഥനയാണ്. ഒരു ദിവസമാണ് അവനെ കുറിച്ച് പറയുന്നത്, വിളക്കണയും മുമ്പേ പോയി കിടന്നു. അന്ന് വിളിശബ്ദം കേൾക്കുകയാണ്, ശമൂവേലേ യജമാനെ വിളിച്ചോ? ഞാൻ വിളിച്ചോ മക്കൾ? വീണ്ടും പോയി കിടന്നു. ഹലോ യജമാനെ വിളിച്ചോ? ഞാൻ വിളിച്ചില്ല. ഏലിപ്പുരവർ പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം വരികയാണ്. അല്ലയോ ദൈവശബ്ദം ശമൂവേലിന് കേൾക്കാം. മോനെ ശമൂവേലേ, ഓടി വിളിച്ചു. അതുവരെയും വിളിക്കുന്നത് ഏലിയായിരുന്നു. ഇതുപോലെ അതേ ശബ്ദത്തിൽ, അതേ അനുഭവത്തിൽ എന്റെ ഭാഷയെ പറഞ്ഞാൽ ഇപ്പൊ വിളി കേട്ടിരിക്കുകയാണ്. മനസ്സിലായി, എന്റെ യജമാനെ വിളിച്ചിരിക്കുകയാണ്. ഓടിപ്പോയി 3ാം പ്രാവശ്യം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവനെ ആരോ വിളിക്കുന്നുണ്ട്. മക്കളെ, ഇനി ആ ശബ്ദം കേട്ടാ നീ പറയണം, അടിയനിതാ അല്ലച്ചേണമേ യഹോവേ. അപ്പോ എനിക്ക് മനസ്സിലായി, ഇവനെ വിളിച്ചത് കൂടെ ഉള്ളവരാരുമല്ല, ഇത് യഹോവയാണ്. പറയാൻ തുടങ്ങി, അടിയനിതാ അല്ലച്ചേണമേ. എടോ, ഞാനൊരു കാര്യം ചെയ്യാമോ? ആദ്യമായി ശബ്ദം പറയുന്ന പ്രബോധനമാണ് ഇപ്പൊ പറയുന്നേ. കേൾക്കുന്നത് ചെവി രണ്ടും മുഴങ്ങും. ഒരു ദിവസം ഏഴ് കുടുംബത്തിൽ അർത്ഥം വരാൻ പോവുകയാണ്. കാരണം മക്കൾ ദൈവം വഴി വിട്ടു നടക്കുന്ന കാര്യം സഹിക്കാൻ പറ്റുന്നില്ല. കേട്ടോ ശമൂവേലേ, നീ അവരോട് പറഞ്ഞേരെ. ഇന്നലെ വാണി കണ്ടോ, ഇത് കൊടുത്താണ് ശമൂവേൽ ഉറപ്പിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്. ചിലരേക്ക് കുടം കൊടുത്തു, ഇന്നലെ കഴിക്ഷണം കണ്ടു. ചിലരിൽ പച്ച താണിയിൽ കൊടുത്തു. ശരിയല്ലേ? ശരിയല്ലേ? രാവിലെ വിളങ്ങും, ചില കീറിക്കളയാൻ അയച്ചത്. ഇതുപോലെ നിന്റെ മേൽ വിളിക്കുന്ന വെളിയുടെ നിയോഗമാണ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ അധികാരം എന്ന് പറയുന്നത്. ഇങ്ങനെ അധികാരങ്ങളെ കൊടുക്കുന്ന യഹോവയോട് പ്രാർത്ഥിക്കാമോ? നമുക്ക് ഒന്ന് ചാടി എണീറ്റാം. അതാ ഞാൻ പറഞ്ഞ അല്പസമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ നിയോഗം നിങ്ങളുടെ കയ്യിൽ വരട്ടെ. ആ ശമൂവേൽ വീണ്ടും ശിലോവിൽ വെച്ച് പിന്നെയും പിന്നെയും സംസാരിച്ചു എന്നാണ്. ഇന്നലെ നിങ്ങളോട് സംസാരിച്ചതായിരിക്കാം. പക്ഷേ ദൈവം ചിലർ ഉറപ്പിക്കാൻ പോവുകയാണ്. ദൈവം ചിലർ ഉറപ്പിക്കുവാൻ പോവുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുവാനായി പോവുകയാണ്.